ഹലോ അച്ചായ. ഫുഡ് കൊണ്ടുവന്നോ? ഇല്ല, ഓൺ ദ വേയാ. ഇപ്പൊ തന്നെ 5 മിനിറ്റ്സ് ലേറ്റായി. സമയത്തിന് മെഡിസിൻ കഴിച്ചില്ലെങ്കിൽ അറിയാലോ, അത് ബുദ്ധിമുട്ടാവും. അച്ചായന്റെ പട്ടാളച്ചിട്ട ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റത്തിന് അറിയില്ലല്ലോ. ഫുഡ് വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. കഴിച്ചിട്ട് വിളിക്കാട്ടോ. എത്രയായി? 100. അയ്യോ, നെറ്റ്വർക്ക് സ്ലോ ആണെന്ന് തോന്നുന്നു. ഞാൻ പൈസ എടുത്തിട്ട് വരാം. ഓക്കെ മാം. ഹലോ, ഫുഡ് വന്നോ? ആ വന്നു. ഇനി കഴിക്കണം, മെഡിസിൻ എടുക്കണം, കിടക്കണം. അവിടെ ആരോ ജയിൽ ചാടിയിട്ടുണ്ട്. ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നുണ്ട്. ആ പ്രതിയെ ഇതുവരെ കിട്ടിയിട്ടില്ല. പുറത്തൊന്നും ഇറങ്ങരുത്. ഡോറും വിൻഡോസും ക്ലോസ് ചെയ്യാൻ മറക്കരുത്. ആഹാ, ഡോർ ഇപ്പോഴാ അടച്ചതല്ലേ? ആ ഡെലിവറി ബോയ്ക്ക് ക്യാഷ് കൊടുക്കാൻ പോയപ്പോഴാ അച്ഛന്റെ കോള് വന്നേ. അതാ വിട്ടുപോയെ. അതെ, ഞാൻ 2 ദിവസം കഴിഞ്ഞേ എത്തൂ. കൊഴപ്പില്ല, ഇവിടെ സേഫാ. ഓക്കെ, താമസിക്കണ്ട. ഫുഡ് കഴിച്ച് മെഡിസിൻ എടുത്ത് കിടന്നോ. ഓക്കെ, ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. 19 വയസ്സുള്ള ദേവനാണ് പ്രതി. ഇന്ന് രാവിലെ ജയിലിൽ നിന്നും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അയാൾ ചാടിപ്പോയത്. പിതാവിനെ കൊന്ന കൊലക്കുറ്റത്തിനാണ് അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നത്. പോലീസ് അന്വേഷണം തുടരുകയാണ്. ജയിലിനുള്ളിൽ പ്രതി വളരെ സൗമ്യനാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇയാളെ തിരിച്ചറിയുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. ജയിലിനുള്ളിൽ അതിക്രമം കാണിച്ചതിനാണ് ഇയാളെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ശ്രമിച്ചത്. ദേവനാണ് പ്രതി. ഇന്ന് രാവിലെ ജയിലിൽ നിന്നും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അയാൾ ചാടിപ്പോയത്. പിതാവിനെ കൊന്ന കൊലക്കുറ്റത്തിനാണ് അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നത്. പോലീസ് അന്വേഷണം തുടരുകയാണ്. മാർക്കറ്റ് ജംഗ്ഷൻ അടുത്തുള്ള നഴ്സറി സ്കൂളിലെ കോമ്പൗണ്ടിലേക്ക് ചാടിക്കടന്ന് കുട്ടികളെ പൂട്ടിയിട്ട ശേഷം അവിടെ നിന്നും പ്രതി കടന്നു കളഞ്ഞു. പോലീസ് പരിസരമാകെ അരിച്ചു പറക്കിയിട്ടും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അയ്യോ, ഇത് അപ്പുറത്തുള്ള നഴ്സറി ആണല്ലോ. കറണ്ട് പോയല്ലോ.
നിലവിളിച്ച ആളെ കൂട്ടാൻ ശ്രമിക്കരുത്. ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ നിലവിളിച്ച് രംഗം വഷളാക്കിയ ഇത് കളിത്തോക്കല്ല, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ തോക്ക. നിറയുണ്ട്. വെറുതെ അപകടം ക്ഷണിച്ചു വരുത്തണ്ട. അച്ചായനാണ്. എടുത്ത് പറഞ്ഞാട്ടെ, രാവിലെ വിളിക്കാന്ന്. എന്താടോ കോൾ എടുക്കാത്തെ? ഞാൻ ആകെ പേടിച്ചു പോയി. എത്ര നേരമായി വിളിക്കുന്നു. നീ എടുത്തില്ലെങ്കിൽ ഫ്ലാറ്റിലെ പ്രസിഡന്റിനെ വിളിക്കാനിരിക്കുമായിരുന്നു ഞാൻ. പെട്ടെന്ന് ഉറങ്ങിപ്പോയി. മെഡിസിൻ സെഡേഷൻ ഉള്ളതല്ലേ? ആ ഓക്കെ ഓക്കെ, സേഫ് അല്ലേ? നല്ല ഉറക്കം വരുന്നു. രാവിലെ വിളിക്കാം. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. ഇന്ന് രാത്രി എനിക്കിവിടെ അഭയം തരണം. ഞാൻ രാവിലെ പോയിക്കോളാം. എന്താ, പറ്റില്ലെന്നാണോ? എന്നെ ഇവിടെ ഈ രാത്രി സുരക്ഷിതമായി തങ്ങാൻ അനുവദിച്ചില്ലെങ്കിൽ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. രാവിലെ എൻ്റെ അമ്മേനെയും ഞാനാ സഹായിക്കാറ്. അതിവിടെയും ചെയ്തു. ഞാൻ ദേവൻ. ആരാണെന്നും എന്താണെന്നും വാർത്തകളിൽ കണ്ടല്ലോ. ഭ്രാന്താശുപത്രി കൊണ്ടുപോകുന്ന വഴിക്കാണ് ഞാൻ ചാടിയത്. പക്ഷെ ഞാൻ ഭ്രാന്തനല്ല. ശരിക്കും എന്താണ്? ആരാണ് നിങ്ങള്? അതൊക്കെ പറയാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അതിനു മുമ്പ് പോലീസ് ഈ സ്ഥലം കണ്ടുപിടിക്കും. ഞാൻ പിടിക്കപ്പെടും. നിനക്ക് എന്താ വേണ്ടത്? പണം? ജയിലിൽ കിടക്കുന്ന എനിക്കെന്തിനാ പണം? എനിക്ക് വേണ്ടത് അതിലും വലുതാണ്. വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ആലോചിച്ച് സമയം കളയണ്ട. വേഗം പോയി വരൂ.
അവിടെ ഒന്നും തിരയണ്ട, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സമയം കളയണ്ട, ഒരു കാര്യം കൂടി എനിക്ക് ചെയ്തു തരണം. വരൂ. എനിക്ക് ഈ പാല് വെച്ച് പാൽപ്പായസം ഉണ്ടാക്കി തരണം. ഇന്നലെ ഞാൻ ജയിലിൽ വെച്ച് പായസം ആവശ്യപ്പെട്ടപ്പോൾ അവരെന്നെ പൊതിരെ തല്ലി. ഞാൻ നിലവിളിച്ചു. നിനക്ക് പാൽപ്പായസം ഉണ്ടാക്കി തരാ ഇവിടെ നിന്റെ ആരാടാ ഉള്ളത്? മര്യാദയ്ക്ക് കിടന്നുകൊള്ളണം. നാളെ എന്റെ ജന്മദിനാ സാറേ, എന്റെ അമ്മ അത് മുടക്കാറില്ല. നിന്റെ അമ്മ ചത്തില്ലടാ. ഇനി ഇവിടെ എങ്ങനെ വന്ന് പാൽപ്പായസം ഉണ്ടാക്കും? ഇവിടെ കിട്ടുന്നതും തിന്നോണ്ട് മര്യാദയ്ക്ക് കിടന്നോളണം. അവന്റെ ഒരു കമ്മ. ചവിട്ടം വളർന്നോടാ പാട്ടി. പിടിവിടുക, അയാൾ ചത്തുപോകും. എടാ ഇവന് ഭ്രാന്താണ്. ഇവനെ പിടിച്ച് പാട്ടടാ, പാടാ. ഇന്നെൻ്റെ ജന്മദിനം. എൻ്റെ അമ്മ തരുന്ന പോലെ കുറച്ച് പാൽപ്പായസം എനിക്ക് ഉണ്ടാക്കി തരൂലേ? കുടിച്ചിട്ട് ഞാൻ പോയിക്കോളാം. അച്ചായനാ. ആഹാ, രാവിലെ എഴുന്നേറ്റോ? ഇന്ന് നമ്മുടെ റോഷന്റെ ഓർമ്മ ദിവസമല്ലേ? അവനു വേണ്ടി കുറച്ച് പാൽപ്പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പില്ല. മറക്കാൻ ശ്രമിക്കുന്നതല്ലേ? നീയല്ലേ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ആ ദിവസം ഓർക്കണ്ടെന്ന്. പിന്നെന്താ ഇങ്ങനെ? എന്തോ എനിക്കങ്ങനെ തോന്നി. എന്റെ മോൻ എന്നെ കാണാൻ വന്നു. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസം വേണമെന്ന് പറഞ്ഞു. എന്താടോ ഇങ്ങനെ? അച്ചായ സമയം കളയണ്ട, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ, ക്യാരി ഓൺ. മെഡിസിന് പഠിക്കുമ്പോ അവന്റെ നിർബന്ധത്തിന് വഴങ്ങി അച്ചായ വാങ്ങിക്കൊടുത്ത ബൈക്കിലായിരുന്നു അവന്റെ ഒടുവിലത്തെ യാത്ര. അവൻ പോയതിൽ പിന്നെ ഈ ദിവസം ഞാൻ ഓർക്കാറില്ല. പക്ഷെ മരിക്കുന്ന ദിവസം എന്റെ കയ്യിൽ നിന്നും എന്നെ നിർബന്ധിച്ച് പാൽപ്പായസം ഉണ്ടാക്കി കഴിച്ചിട്ടാവും പോയത്. ഈ ദിവസം ഞാൻ ഓർക്കാൻ ശ്രമിക്കാറില്ല. പക്ഷെ ഭയം വരുമ്പോഴും വിഷമം വരുമ്പോഴും രാവിലെ കുളിച്ച് അവന്റെ ഫോട്ടോയിൽ മെഴുകുതിരി കത്തിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല നീ ചെയ്തു.
അവന്, എന്റെ റോഷന്. വീണ്ടും നിന്നിലൂടെ ഞാൻ ഓർത്തുപോയി. അച്ഛൻ്റെ നിരന്തരമായ മദ്യപാനം ഞങ്ങളുടെ കുടുംബം തകർത്തു. അതേടി, ഞാനേ എന്റെ കാശ് കൊണ്ടാ കുടിക്കുന്നത്. ഇന്ന് ഫുൾ ഫിറ്റ് ആണല്ലേ? എടി, നിന്നെ ഞാനൊന്ന് ശരിയാക്കും. എന്നെ ഉപദേശിക്കാൻ പാടില്ല. എടി, എന്നെ ഉപദേശിക്കാൻ പറ്റില്ല. അച്ഛാ വിടച്ചാ, എന്റെ അമ്മയെ വിട്. പകലായിരുന്നെൻ്റെ മകനെ നിയകതാരിൽ ഇരുളേകി യാത്ര പറഞ്ഞിടവേ മിഴിനീരൊടുങ്ങാതെൻ വദനം മറച്ചമ്മ ഇനിയുമൊരു പകലിനായി കാത്തിരിപ്പു, ഇനിയുമൊരു പകലിനായി കാത്തിരിപ്പു. ഹൃദയം പൊട്ടി. എൻ്റെ അമ്മയും മരിച്ചു, എൻ്റെ അമ്മയും പോയി. അച്ഛനെ കൊന്ന മകനായി ഞാൻ ജയിലുമായി. മതിയായോ? മതിയായി. ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടമായി അമ്മ. മതിയായി അമ്മ. എന്താ അമ്മേ, അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ ജയിൽ ചാടാൻ? എന്തിനു വേണ്ടിയാ? ഈ ദിവസം എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും പിറന്നാൾ പായസം കുടിക്കുന്ന ഓർമ്മയാണ്. എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ജയിലിൽ അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അതിനാണോ നീ ഇങ്ങനെ അക്രമം കാണിക്കാൻ ഇറങ്ങിയത്? എന്നെ അവർ ഭ്രാന്താശുപത്രി കൊണ്ടുപോകാനാണെന്ന് വണ്ടി കയറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഭ്രാന്താശുപത്രി കൊണ്ടുപോകുന്ന വഴി പോലീസുകാരുടെ തോക്കും പിടിച്ചു വാങ്ങി ഞാൻ ഓടി. അവരെന്നെ ഭ്രാന്തനാക്കി. അതുകൊണ്ടാ ഞാൻ വണ്ടി നിറങ്ങി ഓടിയത്. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ആരെ കിട്ടിയാലും കൊല്ലാനുള്ള ചിന്ത. വീണ്ടും കുറ്റവാളിയാവാനാണോ നിന്റെ പ്ലാൻ? അതാണോ ശരി? പക്ഷേ തുറന്നു കിടന്ന ഈ വാതിലൂടെ ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ ഈ അമ്മയിലൂടെ ഞാൻ എൻ്റെ അമ്മയെ കണ്ടു.
എൻ്റെ ഉള്ളിലുള്ള എല്ലാ ദേഷ്യവും മാറി അമ്മേ. ഇനി ഞാൻ ഒരിക്കലും കുറ്റവാളിയാകില്ല. ഗുഡ്. ഇനി മുതൽ നല്ല മോനാവണം. അമ്മേ, പോലീസ് എൻ്റെ പുറകെയുണ്ട്. അവരെന്നെ പിടിക്കും. അമ്മേ, നടക്കില്ലെന്നറിയാം. എങ്കിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ. എനിക്ക് അമ്മയുടെ മകനായി, നല്ലവനായി ഒരിക്കൽ കൂടി ജീവിക്കാൻ പറ്റുമോ?